നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഒരുപാട് എംബ്രോയിഡറി സ്റ്റിച്ചസ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നും നമ്മളൊരു എംബ്രോയിഡറി ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേസി ഡേസിയും അതുപോലെ തന്നെ ഡബിൾ ലേസി ഡേസിയാണ്. ലേസി ഡേസി എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം മോസ്റ്റ്ലി ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ് ലേസി ഡേസി എന്ന് പറയുന്നത്. ലേസി ഡേസി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിലും അതുപോലെ തന്നെ എംബ്രോയിഡറിയിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ലേസി ഡേസി എംബ്രോയിഡറി സ്റ്റിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ലേസി ഡേസിയും അതുപോലെ തന്നെ ഡബിൾ ലേസി ഡേസിയാണ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ പോപ്ലിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഹൂപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ നീഡിൽ, ത്രെഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ലേസി ഡേസി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഡബിൾ ലേസി ഡേസിയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലേസി ഡേസിയും അത്ര ടഫായിട്ടുള്ള ഒരു എംബ്രോയിഡറി സ്റ്റിച്ചൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഏതൊരു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരു അടിപൊളി ലുക്ക് തരുന്ന രണ്ട് എംബ്രോയിഡറി സ്റ്റിച്ചസ് ആണ് ലേസി ഡേസിയും അതുപോലെ തന്നെ ഡബിൾ ലേസി ഡേസിയും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ലേസി ഡേസി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ ഹൂപ്പും നമ്മുടെ ഫാബ്രിക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലേസി ഡേസിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലൈൻസ്, സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈന് വരയ്ക്കുന്നൊന്നുമില്ല. കാരണം നമ്മളിത് ഫ്ലവർ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണല്ലോ വരുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽ എന്ന് പറയുമ്പം ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അല്ലേ. ഓരോ പെറ്റൽസും ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പെറ്റലിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, അതായത് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇത്രയും വരുന്ന ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് ഇത് നിർബന്ധമില്ല. അപ്പം ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലും താഴെയും ഞാൻ 1 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നുണ്ട്. സെൻട്രൽ പോയിന്റും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഞാൻ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലോട്ടും. അതുപോലെ ഈ ഒരു സൈഡിലോട്ടും 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര പെറ്റൽസ് വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ചിലർ 8 എണ്ണം ചെയ്യാറുണ്ട്, ചിലർ 6 എണ്ണം ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മളിവിടെ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡ് നോട്ട് ചെയ്യാണ്ട് ഒരു സൈഡ് മാത്രം നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സൈഡ് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇങ്ങനെയാണ് നമ്മളിപ്പം പോയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. നമ്മളിതാണ് സെൻറ്റർ പോയിന്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടേക്ക് 1 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെയൊക്കെ വരുന്നത്. 1 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മളൊക്കെ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സെൻറ്റർ പോയിന്റിലൂടെ നമ്മുടെ നീഡിൽ ഇതുപോലെ പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു സെയിം പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിലൂടെ നമ്മുടെ നീഡിൽ പുറത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ നീഡിൽ പുറത്തോട്ടെടുത്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, സെൻറ്റർ പോയിന്റ്, ആ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് മുകളിൽ നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിലൂടെ നീഡിൽ പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു നീഡിലിൻ്റെ താഴത്തൂടെ നമ്മുടെ ത്രെഡ് ഇതുപോലെ എടുക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പം എടുത്തിരുന്നല്ലോ, അതുപോലെ നമ്മുടെ ത്രെഡ് നീഡിലിൻ്റെ താഴത്തൂടെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിക്കുക. പിന്നെ വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് വീഴാതെ നോക്കുക. അതുപോലെ തന്നെ കറണ്ട് പോയി. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വലിച്ചെടുക്കാതെ, ടൈറ്റൻ ചെയ്ത് വലിക്കാതെ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൈറ്റൺ ചെയ്ത് വലിക്കരുത് കേട്ടോ.
അങ്ങനെ ആകുമ്പം നമുക്ക് ഇതുപോലെ കറക്റ്റ് പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടില്ല. അപ്പം ചെറിയൊരു ലൂസിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൂസിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു പെറ്റലിൻ്റെ പുറത്തൂടെ നമ്മുടെ നീഡിൽ ഇതുപോലെ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും താഴത്തോട്ട് വലിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റലിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പെറ്റലും ഈ ഒരു സെയിം വേയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പം ഈ ഒരു സെയിം പോയിന്റിലൂടെ തന്നെ, അതായത് നമ്മൾ സെൻറ്റർ പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കെട്ട് വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ നമ്മൾ നീഡിൽ ഇതുപോലെ പുറത്തോട്ട് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ കെട്ട് കൂടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മുടെ നീഡിൽ താഴത്തോട്ട് ഇറക്കുകയാണ്. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള പോയിന്റ് നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോയിന്റിലൂടെ നമ്മുടെ നീഡിൽ ഇതുപോലെ പുറത്തോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ത്രെഡ് ഇതുപോലെ നീഡിലിൻ്റെ താഴത്തോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്ത് വലിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ടൈറ്റൻ ചെയ്യുന്നില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു നീഡിൽ ഈ ഒരു പെറ്റലിൻ്റെ പുറത്തൂടെ താഴത്തോട്ട് കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് പെറ്റലും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സിലൂടെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോയിന്റ് നമുക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്ക് മെഷർമെൻറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരും എന്നൊക്കെ തോന്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ചാണ് ലേസി ഡേസി എന്ന് പറയുന്നത്. നമ്മളിപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്റ്റിച്ച് കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ലേസി ഡേസി നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 8 പെറ്റൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ 4 പെറ്റൽ ചെയ്യാം, 6 പെറ്റൽ ചെയ്യാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ 8 പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോട്ട് ചെയ്യാം. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിൽ ഇതുപോലെ എടുത്ത്, എന്നിട്ട് ആ ഒരു ലൂപ്പിലൂടെ നമ്മുടെ നീഡിൽ 2 പ്രാവശ്യം ഇതുപോലെ കടത്തി കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്മുടെ ലേസി ഡേസി ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഡബിൾ ലേസി ഡേസി ചെയ്ത് നോക്കാം. അപ്പോൾ ഡബിൾ ലേസി ഡേസിയും ഈ ഒരു സെയിം വേയിൽ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ 2 കളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഡബിളായിട്ട് 2 കളർ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ, ഇത് വളരെ ചെറിയ ലേസി ഡേസിയാണ്, ഓരോ പെറ്റൽസും വളരെ ചെറുതാണ് അല്ലേ. അപ്പം ഇതിനേക്കാൾ കുറച്ച് വലുത് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഡബിൾ ലേസി ഡേസി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെയിം വേയിൽ തന്നെ, ഞാനിവിടെ മാർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, സെയിം വേയിൽ തന്നെ ഞാൻ നമ്മുടെ ലേസി ഡേസി ചെയ്തെടുക്കുകയാണ്. അത് കുറച്ചൊരു വലിയ പെറ്റൽസ് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ 5 പെറ്റൽസിലാണ് കേട്ടോ ചെയ്യുന്നത്.
ഓക്കെ, നമ്മൾ നമ്മുടെ ലേസി ഡേസി ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് ഡബിൾ ലേസി ഡേസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേസി ഡേസി, ഓരോ ലേസി ഡേസിയുടെ ഉള്ളിലും നമ്മൾ വേറെ ഒരു കളർ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ലേസി ഡേസി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഇതിനാണോ ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത് എന്നുള്ളത് തോന്നും. പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മൾ നോർമൽ ലേസി ഡേസി ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഡബിൾ ലേസി ഡേസി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെ സൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നോർമലി ലേസി ഡേസി ചെയ്യുന്ന സെയിം വേയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. സെൻറ്ററിൽ നിന്ന് നമ്മുടെ നീഡിൽ ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഓരോ പെറ്റൽസിൻ്റെ ഇടയിലും നമ്മൾ ഒരു കുഞ്ഞു ലേസി ഡേസി കൂടി ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, അതല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ലേസി ഡേസിനേക്കാൾ ഒന്നുകൂടി ഭംഗി ഈ ഒരു ഡബിൾ ലേസി ഡേസി ചെയ്തെടുക്കുമ്പോഴാണ്. അതാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് കളേഴ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അവസാനത്തെ പെറ്റലിലെ ഉള്ളിലും ഇതുപോലെ ലേസി ഡേസി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ലേസി ഡേസി ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി ഭംഗി നമ്മൾ ഇങ്ങനെ ഡബിൾ ലേസി ഡേസി ചെയ്യുമ്പം ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നോർമൽ ലേസി ഡേസി ഇതാണ്, ഡബിൾ ലേസി ഡേസി ചെയ്യുമ്പം ആ ഒരു കളർ ഷെയ്ഡിങ് വരുമ്പം അതൊന്നുകൂടി ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിത് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിനിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡബിൾ ലേസി ഡേസിയും അതുപോലെ തന്നെ നോർമൽ ലേസി ഡേസിയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചസ് ആണിത്. എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ്. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിലും അതുപോലെ തന്നെ വലിയവരുടെ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് ഒന്നുകൂടി ചെയ്ത ഭംഗി ഉണ്ടാവുക കുട്ടികളുടെ ഡ്രസ്സിലായിരിക്കും കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കുട്ടികൾക്ക് പോലും ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ അടിപൊളിയായിട്ട് ഒരു ഡ്രസ്സിന് ഒരു അടിപൊളി ലുക്ക് കൊണ്ടുവരുന്ന സ്റ്റിച്ചാണ് ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ലേസി ഡേസിയും അതുപോലെ തന്നെ ഡബിൾ ലേസി ഡേസിയും എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് പഠിച്ചൂലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പം ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് പഠിച്ചിട്ടുണ്ട്. പലരും പല എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അവരുടെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ അവർ മെസ്സേജ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാനും മടിക്കരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.